യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ളതും ഭരണസിരാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതുമായ ഇംഗ്ലണ്ടിലെ 46% ജനങ്ങളും ക്രൈസ്തവ വിശ്വാസികൾ ആണെങ്കിൽ 36% ജനങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ്. എന്നാൽ കുടിയേറ്റക്കാരായി ഇംഗ്ലണ്ടിൽ വന്ന ജനസംഖ്യയിൽ കേവലം 6% മാത്രമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഒട്ടുമിക്ക നഗരങ്ങളിലും അവരുടെ മതരാഷ്ട്ര ആധിപത്യങ്ങൾ ഉറപ്പിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആംഗ്ലിക്കൻ, റോമൻ കത്തോലിക്കർ തുടങ്ങിയ ക്രൈസ്തവ വിഭാഗങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന ഇംഗ്ലണ്ടിൽ ദൈവഭയത്തിലും ദൈവവചനത്തിന്റെ ആഹ്വാനങ്ങളിലും ഊന്നി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു മുൻപ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ചിലർ കൃത്യമായ ആസൂത്രണത്തിന്റെ പിൻബലത്തിൽ ദയനീയ ഭാവം കാട്ടി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയതോടെ ഇംഗ്ലണ്ടിന്റെ സ്വാഭാവികമായ സമാധാന അന്തരീക്ഷമൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. കലാപങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ അവിടെ പതിവായിരിക്കുകയാണ്. രാജ്യത്തെ ജനാധിപത്യ നിയമങ്ങൾക്കും സിവിൽ നിയമങ്ങൾക്കും അപ്പുറത്ത് മതരാഷ്ട്ര നിയമങ്ങളും ശരീഅത്ത് നിയമങ്ങളും പിടിമുറുക്കുന്ന അങ്ങേയറ്റം ഭീകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ വിൽക്കാനിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറത്ത് 6% മാത്രം വരുന്ന ഇസ്ലാമിക വിഭാഗങ്ങൾക്കായി ബ്രിട്ടനിൽ 400 മോസ്കുകൾ സ്ഥാപിക്കുകയും 100 ശരീഅത്ത് കോർട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുവെന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏറെക്കുറെ 500ഓളം ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് ആസൂത്രിത നീക്കത്തിലൂടെയും അല്ലാതെയുമായി അവിടെ അടച്ചുപൂട്ടപ്പെട്ടത്. കുടിയേറ്റക്കാരായി യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തുന്ന പ്രധാനപ്പെട്ട വിഭാഗം മുസ്ലിമുകളാണ്. അവരുടെ കൂടെ അവരിൽ ചിലരായി കടന്നു വരുന്ന ഇസ്ലാമിസ്റ്റുകൾ പരിമിതമായ കാലങ്ങൾ മാത്രം കുടിയേറ്റക്കാരന്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്നിട്ട് മെല്ലെ അധികാരത്തിനായി കരുക്കൾ നീക്കുകയും അത്തരം നീക്കങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കലാപങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാക്കി രാജ്യത്ത് ചിതറിപ്പുകൾ ഉണ്ടാക്കുകയും ഇരവാദമുയർത്തി ലോക ശ്രദ്ധ ക്ഷണിച്ച് കാര്യങ്ങൾ നേടുകയുമാണ് പതിവ്. ഇതിനിടയിൽ ഇംഗ്ലണ്ടിൽ ഇസ്ലാമിസ്റ്റുകൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം മത്സരിക്കുകയും ജയിക്കുകയും മേയർമാർ ആകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ മുൻപത്തേതിനേക്കാൾ അധികം കടുത്ത ലൈംഗിക പീഡനങ്ങളും ലഹരി ഉപയോഗ വർധനവും ഉണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് വനിതകളും കൊച്ചുകുട്ടികളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ദിനം പ്രതി വർദ്ധിക്കുകയാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ബ്രിട്ടനിലേക്ക് കുടിയേറിയ പാകിസ്ഥാൻ പൗരന്മാരാണെന്നും മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുവല്ല ബ്രേവർമാൻ ഈയിടെ പറഞ്ഞിരുന്നു. മയക്കുമരുന്ന് നൽകിയാണ് ഇവർ ഇത്തരം പീഡനങ്ങൾ നടത്തുന്നതെന്നും അവർ ബ്രിട്ടന്റെ സംസ്കാരത്തോട് യോജിച്ചു പോകാത്തവരാണെന്നും സുവല്ല പറഞ്ഞിരുന്നു. ലണ്ടൻ ട്യൂബ് കുറ്റവാളികളുടെ വിഹാര കേന്ദ്രമായെന്നും 2 വർഷത്തിനിടെ 75% കുറ്റകൃത്യങ്ങൾ അവിടെ പെരുകിയെന്നും കൊള്ളയ്ക്കും കവർച്ചയ്ക്കും നേരിട്ട് ഇരയായ യാത്രക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകളും അതിനെ സ്ഥിരീകരിക്കുന്നതാണ്. 2023 അണ്ടർഗ്രൗണ്ടിൽ ഇത്തരം 3542 സംഭവങ്ങളാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് ലണ്ടൻ ട്യൂബ് ക്രൈംസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 വർഷം മുൻപ് 2029 കേസുകൾ രേഖപ്പെടുത്തിയ ഇടത്താണ് ഈ വർധന. ബലാത്സംഗം ഒഴിച്ചുള്ള 909 ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് കേവലം ഒരു മാസത്തിനുള്ളിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 736 കവർച്ച കേസുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകളെല്ലാം നേടിയ ലിബറൽ ഡെമോക്രാറ്റ് എം പി സാറ ഓൾനി ഇതിനെക്കുറിച്ച് പറഞ്ഞത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണമെന്നായിരുന്നു. ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിന്റെ അവസ്ഥയാണ് സുവല്ലയുടെയും സാറ ഓൾനിയുടെയും വാക്കുകളിലൂടെ അടിവരയിടപ്പെടുന്നത്. സമാധാനപൂർണമായ ജനം ജീവിച്ചിരുന്നിടത്ത് അതിക്രമങ്ങളും കൊള്ളയും കവർച്ചയും ലൈംഗിക അതിക്രമങ്ങളും നടമാടുകയാണ്. എല്ലായിടത്തും ക്രിസ്ത്യൻ പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. കുടിയേറ്റക്കാരോടുള്ള വ്യവഹാരത്തിൽ തദ്ദേശീയരായ ക്രൈസ്തവർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടതിനാൽ സിറിയ, തുർക്കി, ലെബനോൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടും നിബന്ധിച്ചിരിക്കുകയാണ്.